ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നും ലഭിക്കുന്ന സേവനങ്ങൾ ഓഫീസിൽ പോകാതെ തന്നെ ഓൺലൈനായി ലഭിക്കുന്നതിനുള്ള കെ സ്മാർട്ട് പദ്ധതി അവതരിപ്പിച്ചിരിക്കുകയാണ് കേരള സർക്കാർ. എന്താണ് കെ സ്മാർട്ട്, എന്തെല്ലാം സേവനങ്ങളാണ് ലഭിക്കുന്നത്, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായി പോകുന്നത്. ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. പൊതുജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ ലഭിക്കുന്ന പതിവ് രീതിക്കാണ് കെ സ്മാർട്ട് പദ്ധതിയിലൂടെ മാറ്റം വന്നിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ കീഴിൽ വരുന്ന വിവിധ സേവനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തിക്കുകയാണ് കെ സ്മാർട്ട് പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ഓഫീസുകൾ കയറി ഇറങ്ങി സമയം നഷ്ടപ്പെടാതെ അഴിമതിരഹിതമായ എല്ലാ സേവനങ്ങളും ഓൺലൈൻ ആയിട്ട് ജനങ്ങളിൽ എത്തിക്കാനാണ് സർക്കാർ ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. വെബ് ആപ്ലിക്കേഷൻ വഴിയും മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും ആണ് വിവിധ സേവനങ്ങൾ സർക്കാർ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ കെ സ്മാർട്ട് സേവനം ലഭിക്കുക. ഏപ്രിൽ 1 ഗ്രാമപഞ്ചായത്തുകളും കെ സ്മാർട്ട് സേവനം വ്യാപിപ്പിക്കും. ജനനം, മരണം, വിവാഹം തുടങ്ങിയ രജിസ്ട്രേഷനുകൾ, വിവിധ കെട്ടിടങ്ങളും ബിൽഡിങ്ങുകളും പണിയുന്നതിനുള്ള അനുമതി, വ്യാപാര സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അനുമതി, നികുതി അടക്കൽ തുടങ്ങിയ പല സേവനങ്ങളും കെ സ്മാർട്ടിലൂടെ ലഭിക്കുന്നതാണ്. വിദേശത്ത് ഇരുന്നു പോലും സേവനങ്ങൾ പ്രയോജനപ്പെടുത്തി രജിസ്ട്രേഷനുകളും സർട്ടിഫിക്കറ്റുകളും നേടിയെടുക്കാൻ സാധിക്കും. മാത്രമല്ല, നമ്മുടെ പരാതികൾ അറിയിക്കാനുള്ള സൗകര്യം കെ സ്മാർട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കെ സ്മാർട്ട് മൊബൈൽ ആപ്പിൽ നമ്മുടെ ഭൂമി സ്കാൻ ചെയ്യാനും സാധിക്കുന്നതാണ്. അതുവഴി പരിസ്ഥിതി ലോല മേഖലയാണോ, റെയിൽവേ സോണുകൾ വരുന്നതാണോ, കെട്ടിടം പണിയാനുള്ള അനുമതി ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. നമുക്ക് ആദ്യം കെ സ്മാർട്ട് ആപ്പിൽ എങ്ങനെ അക്കൗണ്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അക്കൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷം വെവ്വേറെ ആപ്ലിക്കേഷനുകൾ എങ്ങനെ ചെയ്യുന്നതെന്ന് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. ആദ്യം എങ്ങനെ അക്കൗണ്ട് ഉണ്ടാകുമെന്ന് നോക്കാം. ആദ്യം ഗൂഗിളിൽ കെ സ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്താൽ ഇങ്ങനെയാണ് കാണിക്കുക. അതിൽ രണ്ടാമതായിട്ട് കാണിക്കുന്ന കെ സ്മാർട്ട് ഡെലിവറിങ് ഡിജിറ്റൽ ഹാപ്പിനെസ്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ സൈറ്റായ കെ സ്മാർട്ട് LSG kerala.gov.in ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ജനന മരണ സർട്ടിഫിക്കറ്റുകൾ പ്രിൻ്റ് എടുക്കാൻ ഈ ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ നമ്മൾ പറയുന്നത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതാണ്. ആദ്യം രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. രജിസ്റ്ററിൽ 2 തരത്തിൽ അക്കൗണ്ട് ഉണ്ടാക്കാവുന്നതാണ്. ആധാർ മുഖേനയും ആധാർ ഇല്ലാത്തവർക്ക്, ഇല്ലെങ്കിൽ ആധാർ അല്ലാത്ത ഉപയോഗിക്കുന്നവർക്ക്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പാൻ കാർഡോ ആധാർ കാർഡോ ആണോ വേണ്ടത്. ഇത് പാൻ കാർഡ് അപ്ലോഡ് ചെയ്യണം. ഇതിൽ ആധാർ കാർഡ് നമ്പർ, മൊബൈൽ നമ്പർ ലിങ്ക്ഡ് ആണെങ്കിൽ ആധാർ നമ്പർ വെച്ച് OTP വെച്ച് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിൽ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഗെറ്റ് OTP കൊടുത്താൽ ആധാറിൽ ഏതാണ് നമ്പർ ലിങ്ക് ചെയ്തില്ല, അതിൽ OTP വരും. സബ്മിറ്റ് കൊടുത്ത് രജിസ്റ്റർ ക്ലിക്ക് ചെയ്താൽ അക്കൗണ്ട് ഓപ്പൺ ആവുന്നതാണ്. അക്കൗണ്ട് ഓപ്പണായി മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ബാക്ക് വരികയാണെങ്കിൽ ലോഗിൻ ക്ലിക്ക് ചെയ്യുക. സിറ്റിസൺ ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അതിൽ മൊബൈൽ നമ്പർ ഏതാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ മൊബൈൽ നമ്പർ ആവശ്യമാണ്. മൊബൈൽ നമ്പർ കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം OTP അയക്കുക. OTP കൂടി കൊടുത്ത് ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സക്സസ്ഫുള്ളി ലോഗിൻ ആയി കഴിയും. ഇങ്ങനെയാണ് രജിസ്ട്രേഷൻ കാണിക്കുക. ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇങ്ങനെ വരുന്നതാണ്. നമ്മൾ മൈ ആപ്ലിക്കേഷനിലോ സിവിൽ രജിസ്ട്രേഷനിലാണ് കൂടുതൽ എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ളത്. അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ഓപ്ഷൻസ് ആയിട്ട് കാണിക്കും. സിവിൽ രജിസ്ട്രേഷനിൽ ബർത്ത് സർവീസിൽ ബർത്ത് രജിസ്ട്രേഷൻ ഉണ്ട്, നെയിം ഇൻക്ലൂഷൻ ഉണ്ട്. ബർത്ത് സർവീസ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. ഡെത്ത് സർവീസിലും സെയിം ആണ്. ഡെത്ത് രജിസ്ട്രേഷനും ഡൗൺലോഡ് ചെയ്യാം. മാരേജ് സർവീസസിൽ മാരേജ് രജിസ്ട്രേഷൻ ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. പ്രോപ്പർട്ടി ടാക്സ് കിടക്കാം. ഇങ്ങനെ ഓരോ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇങ്ങനെയാണ് കെ സ്മാർട്ട് ആപ്ലിക്കേഷനിൽ അക്കൗണ്ട് ഉണ്ടാക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.